ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നഴ്സസ് ഗൈഡ് മലയാളം എന്ന യൂട്യൂബ് ചാനലിന്റെ ഈ സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗിലെ സ്കെലറ്റൽ സിസ്റ്റം എന്ന ഭാഗത്തിലെ കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. അതിനോട് ചേർന്നുള്ള ബെല്ലൈക്കണിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അതാത് സമയത്ത് നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ടോപ്പിക്കിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, A DEXA scan is used in the diagnosis of option A breast cancer, option B osteoporosis, option C coronary artery disease, option D pulmonary embolism. Right answer is option B osteoporosis. ഡെക്സ അഥവാ ഡ്യുവൽ എനർജി എക്സ്റേ അബ്സോർപ്ഷോമെട്രി സ്കാൻ എന്നത് അസ്ഥികളിലെ മിനറൽ കോൺസെൻട്രേഷന്റെ ഡെൻസിറ്റി അളക്കുന്നതിന് അഥവാ ബോൺ എത്രത്തോളം സ്ട്രോങ് ആണ് എന്ന് മനസ്സിലാക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു റേഡിയോഗ്രാഫിക് ടെക്നിക്കാണ്. ഇത് പ്രധാനമായും ഹിപ്പ്, സ്പൈൻ, ഫോറാം എന്നീ ഏരിയകളെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഡെക്സ സ്കാനിൽ രണ്ട് തരത്തിലുള്ള എക്സ്റേ ബീംസ്, അതായത് ഹൈ എനർജി ബീമും ലോ എനർജി ബീമും ഉപയോഗിക്കുന്നു. എന്നിട്ട് ഓരോ ബീമിലെയും എക്സ്റേ ബോൺസിലൂടെ എത്രത്തോളം കടന്നു പോകുന്നുണ്ട് എന്നത് മെഷർ ചെയ്യുന്നു. ബോണിന്റെ കട്ടി അനുസരിച്ച് ഇതിൽ വേരിയേഷൻസ് ഉണ്ടാകുന്നു. ഈ രണ്ട് ബീംസിനെയും കടത്തിവിടുന്നതിന്റെ അളവിലുള്ള വ്യത്യാസത്തെ അടിസ്ഥാനമാക്കിയാണ് ബോൺ ഡെൻസിറ്റി അളക്കുന്നത്. ഇതിന്റെ റിസൾട്ടിനെ ടി സ്കോർ എന്നാണ് പറയുന്നത്. ടി സ്കോർ -1 മുകളിലാണെങ്കിൽ നോർമൽ ബോൺ ഡെൻസിറ്റി ആണ്. അതേസമയം -1 -2.5 ഇടയിലാണെങ്കിൽ ലോ ബോൺ ഡെൻസിറ്റി ആയിരിക്കും. -2.5 കുറവാണെങ്കിൽ ഓസ്റ്റിയോപോറോസിസ് ആയിരിക്കും. അടുത്ത ചോദ്യം, meaning of osteomyelitis is option A severe pyogenic infection of bone surroundings, option B infection of eye, option C inflammation of bones, option D none of these. Right answer is option C inflammation of bones. ബോൺസിൽ ഉണ്ടാകുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻ മൂലമുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ആണ് ഓസ്റ്റിയോമൈലിറ്റിസ്. ബ്ലഡിൽ നിന്നോ ബോൺസിന് ചുറ്റുമുള്ള ടിഷ്യൂസിൽ നിന്നോ ആവാം ഈ ഇൻഫെക്ഷൻ ബോണിനെ ബാധിക്കുന്നത്. കുട്ടികളിൽ ഓസ്റ്റിയോമൈലിറ്റിസ് പ്രധാനമായും ബാധിക്കുന്നത് കൈകാലുകളിലെ ലോങ് ബോൺസിനെ ആണ്. അതേസമയം അഡൽട്സിൽ ഫീറ്റ്, സ്പൈൻ, ഹിപ്പ് എന്നിവയെയാണ്. അടുത്ത ചോദ്യം, in children under 4 years which organism is a common cause of acute hematogenous osteomyelitis? Option A Staphylococcus aureus, option B Streptococcus pyogenes, option C Streptococcus pneumonia, option D Haemophilus influenza. Right answer is option A Staphylococcus aureus. ഹെമറ്റോജീനസ് ഓസ്റ്റിയോമൈലിറ്റിസ് എന്നാൽ ഇൻഫെക്ഷൻ ബോണിലേക്ക് എത്തുന്നത് ബ്ലഡ് വഴിയാണ്. സ്റ്റഫൈലോകോക്കസ് ഓറിയസ് എന്ന ബാക്ടീരിയയാണ് സാധാരണയായി ഹെമറ്റോജീനസ് ഓസ്റ്റിയോമൈലിറ്റിസിന് കാരണമാകുന്നത്. കുട്ടികളിലാണ് ഹെമറ്റോജീനസ് ഓസ്റ്റിയോമൈലിറ്റിസ് കൂടുതലായി കാണുന്നത്. അതിന്റെ കാരണം എന്താണ്? കുട്ടികളിലെ ഗ്രോവിംഗ് ബോൺസിൽ ബ്ലഡ് സപ്ലൈ വളരെ കൂടുതലാണ്, പക്ഷേ ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത് വളരെ സ്ലോ ആയാണ്. അടുത്ത ചോദ്യം, deep fascia which covers the thigh is called as option A fascia lata, option B dartos fascia, option C scarpa's fascia, option D camperous fascia. Right answer is option A fascia lata. കൊളാജൻ കൊണ്ട് നിർമ്മിതമായിരിക്കുന്ന കണക്റ്റീവ് ടിഷ്യൂവിന്റെ ഒരു ഷീറ്റ് ആണ് ഫേഷ്യ. സ്കിന്നിന് താഴെയായി സ്ഥിതി ചെയ്യുന്ന ഫേഷ്യ മസിൽസിനെയും ഇന്റേണൽ ഓർഗൻസിനെയും മറ്റും വേർതിരിക്കുകയും ചേർത്ത് വെക്കുകയും ആവരണം ചെയ്യുകയും ചെയ്യുന്നു. ഫേഷ്യയെ സൂപ്പർഫിഷ്യൽ ഫേഷ്യ, ഡീപ്പ് ഫേഷ്യ, വിസറൽ ഫേഷ്യ എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു. സൂപ്പർഫിഷ്യൽ ഫേഷ്യ എന്നാൽ സ്കിന്നിനോട് ചേർന്നുള്ള ഫേഷ്യയാണ്. ഡീപ്പ് ഫേഷ്യ എന്നാൽ ഫേഷ്യ ഓഫ് മസിൽസ്. ഇത് മസിൽസ്, ബോൺസ്, നെർവ്സ് എന്നിവയൊക്കെ ആവരണം ചെയ്യുന്നു. വിസറൽ ഫേഷ്യ എന്നാൽ ആന്തരിക അവയവങ്ങളെയൊക്കെ അതിന്റെ കാവിറ്റീസിൽ പിടിച്ചു നിർത്തുവാൻ സഹായിക്കുന്നു.
ഫേഷ്യ ലേറ്റ എന്ന ഡീപ്പ് ഫേഷ്യ തൈ മസിൽസിനെ ആവരണം ചെയ്തിരിക്കുന്നു. ഡാർട്ടോസ് ഫേഷ്യ എന്നത് പെനൈൽ ഷാഫ്റ്റ്, ഫോർസ്കിൻ, സ്ക്രോട്ടം എന്നിവിടങ്ങളിൽ കാണുന്ന കണക്റ്റീവ് ടിഷ്യൂ ലെയർ ആണ്. സ്കാർപാസ് ഫേഷ്യ, ക്യാമ്പറസ് ഫേഷ്യ എന്നിവ ആന്റീരിയർ അബ്ഡോമിനൽ വാളിലുള്ള സൂപ്പർഫിഷ്യൽ ഫേഷ്യ ആണ്. സൂപ്പർഫിഷ്യൽ ഫേഷ്യയിൽ പുറത്തുള്ള ഫാറ്റി ലെയർ ആണ് ക്യാമ്പറസ് ഫേഷ്യ എന്ന് പറയുന്നത്. അതേസമയം മെംബ്രേനിയസ് ആയിട്ടുള്ള ഇന്നർ ലെയറിനെയാണ് സ്കാർപാസ് ഫേഷ്യ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, end of two bones is connected by option A muscles, option B tendons, option C ligament, option D cartilage. Right answer is option C ligament. രണ്ട് ബോൺസുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ ആണ് ലിഗമെന്റ്. അതേസമയം മസിൽസിനെ ബോൺസുമായി ബന്ധിപ്പിക്കുന്ന ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ ആണ് ടെൻഡൻ. അടുത്ത ചോദ്യം, ഡാഷ് is a ball and socket joint. Option A hip joint, option B elbow joint, option C knee joint, option D none of these. Right answer is option A hip joint. ഹിപ്പ് ജോയിന്റും ഷോൾഡർ ജോയിന്റും ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റുകളാണ്. ഈ ജോയിന്റുകളിൽ എല്ലാ ഡയറക്ഷനിലേക്കുമുള്ള മൂവ്മെന്റ്സ് പോസിബിൾ ആണ്. നീ ജോയിന്റും എൽബോ ജോയിന്റും ഹിഞ്ച് ജോയിന്റിന് ഉദാഹരണങ്ങളാണ്. ഈ ജോയിന്റുകളിൽ ഫ്ലെക്ഷനും എക്സ്റ്റൻഷനും മാത്രമേ സാധിക്കൂ. അടുത്ത ചോദ്യം, the part of the bone that enters into the formation of a joint is called option A articulating surface, option B bony sinus, option C condyle, option D facet. Right answer is option A articulating surface. ആർട്ടിക്കുലേഷൻ എന്നാൽ ജോയിന്റ് എന്നാണ് അർത്ഥം. അപ്പോൾ ഈ ബോണിന്റെ ഏത് ഭാഗമാണോ ജോയിന്റ് ഫോർമേഷനിൽ പങ്കാളിത്തം വഹിക്കുന്നത് ആ ഭാഗത്തെ ആയിരിക്കും ആർട്ടിക്കുലേറ്റിംഗ് സർഫേസ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, the repair and reconstruction of the joint is called option A arthrodesis, option B arthrotomy, option C arthroplasty, option D amputation. Right answer is option C arthroplasty. ഡാമേജ് സംഭവിച്ച ഒരു ജോയിന്റിനെ മാറ്റിവെക്കുന്നതോ റീകൺസ്ട്രക്ട് ചെയ്യുന്നതോ റീഷേപ്പ് ചെയ്യുന്നതോ ആയ സർജറിയാണ് ആർത്രോപ്ലാസ്റ്റി. രണ്ട് ബോൺസിന്റെ ഫ്യൂഷനെയാണ് ആർത്രോഡെസിസ് എന്ന് പറയുന്നത്. ആർത്രോട്ടമി എന്നാൽ ജോയിന്റിലേക്ക് ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കുന്നതാണ്. അടുത്ത ചോദ്യം, the strong weight bearing synovial joints with irregular elevations and depressions that produce interlocking of the bones is called option A vestigial tail, option B symphysis pubis, option C sacroiliac joint, option D sacrococcygeal joint. Right answer is option C sacroiliac joint. സാക്രം, ഇലിയം എന്നീ ബോൺസിന്റെ ഇടയിലുള്ള ആർട്ടിക്കുലേഷൻ ആണ് സാക്രോഇലിയാക് ജോയിന്റ്. ഈ ജോയിന്റിലുള്ള എലിവേഷൻസും ഡിപ്രഷൻസും ബോൺസിന്റെ ഇടയിൽ ഒരു ഇന്റർലോക്കിംഗ് ഉണ്ടാക്കുന്നു. അതിനാൽ ഈ ജോയിന്റിൽ മൂവ്മെന്റ്സ് വളരെ ലിമിറ്റഡ് ആണ്. അടുത്ത ചോദ്യം, the common ankle sprain involves injury to option A lateral ligamentous complex, option B anterior talofibular ligament, option C calcaneofibular ligament, option D talofibular ligament. Right answer is option B anterior talofibular ligament. ആങ്കിൾ സ്പ്രെയിൻ പലതരത്തിലുണ്ട്. ഇതിൽ ലാറ്ററൽ അഥവാ ഇൻവേർഷൻ ആങ്കിൾ സ്പ്രെയിൻ ആണ് സാധാരണയായി കണ്ടുവരുന്നത്. ഇത്തരത്തിലുള്ള ഇൻവേർഷൻ ആങ്കിൾ സ്പ്രെയിനിൽ
ഇഞ്ചുറി സംഭവിക്കുന്ന ലിഗമെന്റ് ആണ് ആന്റീരിയർ ടാലോഫിബുലാർ ലിഗമെന്റ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ഗൗട്ട്? ഓപ്ഷൻ എ degenerative disorder, ഓപ്ഷൻ ബി എ vascular disorder, ഓപ്ഷൻ സി എ renal disorder, ഓപ്ഷൻ ഡി എ metabolic disorder. Right answer is option D, a metabolic disorder. ഗൗട്ട് എന്നത് ഒരു മെറ്റബോളിക് ഡിസോർഡർ ആണ്. ഇതിൽ പ്യൂരിൻ മെറ്റബോളിസത്തിൽ തകരാറുകൾ സംഭവിക്കുകയും തന്മൂലം ബോഡിയിൽ പ്യൂരിൻ മെറ്റബോളിസത്തിന്റെ ബൈ പ്രോഡക്റ്റ് ആയ യൂറിക് ആസിഡിന്റെ അളവ് വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ വർദ്ധിക്കുന്ന യൂറിക് ആസിഡ് ജോയിന്റുകളിലും മറ്റ് ടിഷ്യൂസിലും ഒക്കെ അടിഞ്ഞുകൂടുന്നു. അടുത്ത ചോദ്യം, in case of a patient with rheumatoid arthritis, which of the following laboratory test results to be reviewed? Option A pancreatic lipase, option B Bence-Jones protein, option C anti-nuclear antibody, option D alkaline phosphatase. Right answer is option C anti-nuclear antibody. ആന്റിന്യൂക്ലിയർ ആന്റിബോഡിയെ ആന്റിന്യൂക്ലിയർ ഫാക്ടർ എന്നും വിളിക്കുന്നു. ANA ടെസ്റ്റ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ബോഡി അയാളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ നശിപ്പിക്കുവാൻ തക്കവണ്ണമുള്ള ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നാണ്. റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആയതിനാൽ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഉള്ള പേഷ്യന്റിൽ ANA ടെസ്റ്റ് പോസിറ്റീവ് ആയിരിക്കും. അടുത്ത ചോദ്യം, a nurse is caring for an old lady with osteoarthritis and all the following facts are true regarding osteoarthritis except option A crepitus, option B tophi, option C subcutaneous nodule, option D pain on moving the joint. Right answer is option B tophi. ഹൈപ്പർ യൂറിസീമിയ അഥവാ ബ്ലഡിൽ യൂറിക് ആസിഡിന്റെ അളവ് കൂടുതലുള്ള ആളുകളിൽ ജോയിൻസിലും ബോൺസിലും കാർട്ടിലേജസിലും മറ്റും കാണുന്ന മോണോസോഡിയം യൂറേറ്റ് ക്രിസ്റ്റലിന്റെ ഡെപ്പോസിഷനെയാണ് ടോഫി എന്ന് പറയുന്നത്. ഇത് ഗൗട്ടി ആർത്രൈറ്റിസിലാണ് കാണപ്പെടുന്നത്. അടുത്ത ചോദ്യം, irreversible changes in the distal joints of the fingers caused by osteoarthritis are known as option A Heberden's knots, option B Bouchard's knots, option C lymph nodes, option D supraclavicular nodes. Right answer is option A Heberden's nodes. ഫിംഗർ ജോയിൻസിൽ അഥവാ ഇന്റർഫെലാൻജിയൽ ജോയിൻസിൽ ഉണ്ടാകുന്ന നോഡ്സ് ആണ് ഹെബർഡൻസ് നോഡ്സ്. ഇത് സാധാരണയായി ഓസ്റ്റിയോ ആർത്രൈറ്റിസിലാണ് കാണപ്പെടുന്നത്. അടുത്ത ചോദ്യം, the tumor of hyaline cartilage is called option A osteochondroma, option B osteosarcoma, option C enchondroma, option D chondrosarcoma. Right answer is option C enchondroma. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക് യു.